ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ, നല്ല മഴക്കാലമായി, നല്ല മഴയാണ് അല്ലേ. അപ്പോൾ ഇതാ മേലിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. നമ്മൾ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെ താഴോട്ട് പോവുകയാണ്. അത് നല്ല മലവെള്ളമാണ്. നമ്മളതിൽ കുറേ കുട്ടികളൊക്കെ കളിക്കാറൊക്കെ ചെയ്യാറുണ്ട്. നേരെ ഞാനിങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഇതാ കുട്ടീസൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതാ ഫൈമ കൊണ്ടുവരുന്ന മാങ്ങ നേരെ വല്യമ്മച്ചിൻ്റെ കയ്യിലാട്ടോ കൊടുത്തത്. ഒരുപാട് പഴുത്തൊക്കെ ഉണ്ടായതുകൊണ്ട് അത് വല്യമ്മച്ചിനെ തന്നെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പം തന്നെ അതൊക്കെ റെഡിയാക്കുന്ന ആൾ വല്യമ്മച്ചിയാണ്. അങ്ങനെ അതൊക്കെ ഏൽപ്പിച്ച് ഞാനിങ്ങനെ നേരെ നടന്ന് നോക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ ഇതാ ഹൈസാപ്പിൻ്റെ ഡ്രസ്സുകളാണ് അത് മൊത്തം. കാരണം ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന പ്രതിഭാസമാണല്ലോ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഉണക്കാന്ന് പറയുന്നത്. അപ്പോൾ അടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി മെല്ലെ തുടച്ചിട്ട് വേഗം ആ ഡ്രസ്സൊക്കെ ഉണങ്ങാനിട്ടതാണ്. ഞാൻ നേരെ ഇനി പോകുന്നത് മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇടവഴി ഒന്ന് കാണിച്ചു തന്നാൽ കേട്ടോ. അത് ഈ ഇടയിൽ നിന്ന് വരുന്ന മേത്തുനിന്ന് വരുന്ന വെള്ളമാണ് നേരെ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെ താഴോട്ട് പോകുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ അത്. അപ്പോൾ നേരെ ഇനി പോകുന്നത് മുകളിലേക്കാണ്. മുകളിൽ കയറിയിട്ട് വേണം നമുക്കിതാ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ വീട്ടിലൊക്കെ വേഗം സ്വിച്ച് ഇട്ടാൽ മോട്ടർ ഇടുന്ന ആ ഒരു സിസ്റ്റമാണ്. നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം ഒരു മോട്ടറും 2 വീടുമാണ് കേട്ടോ. അങ്ങേക്ക് മാമൻ്റെ അവിടെയൊക്കെ അടിക്കണമെങ്കിൽ അവർ തിരിച്ചു വെക്കണം, നമ്മളെങ്ങോട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചു വെക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു മോഡേൺ തരത്തിലുള്ള ഒരു മോട്ടറും സിസ്റ്റം ഒക്കെയാണ് നമ്മളിവിടെ കേട്ടോ. മുകളിൽ കയറി നോക്കുമ്പോഴാണ് മഴ പെയ്തിട്ട് നിറച്ചും വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയൊക്കെ അടിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഹോളൊക്കെ അടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ വെള്ളമൊക്കെ താഴോട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. നോക്കി നിൽക്കുമ്പോഴാണ് നമ്മളെ വായ വീണിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കൊല ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നിശാക്കൊക്കെ വരുമ്പോൾ വെട്ടി അടുക്കളയിൽ തൂക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് വീണിട്ട് ജസ്റ്റ് 2 പഴുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ എന്താക്കി ഇനി അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നായൊക്കെ ഇറങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എവിടെ വെയിൽ മഴയല്ലേ. അങ്ങനെ ഞാൻ താഴെതാ അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം നേരെ താഴോട്ട് പോയി നോക്കി. ആ പഴമൊക്കെ ഒന്ന് നോക്കി നിന്നപ്പോഴാട്ടോ ശ്രദ്ധിച്ചത് നമ്മൾ അടുത്ത ടിന്നുകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു. മഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അസുഖക്കാലവും കൂടിയാണല്ലോ. അപ്പോൾ നമ്മളും ഒന്ന് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ താഴേക്ക് തട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അളിയനോട് പറഞ്ഞിട്ട് വേണം വെട്ടിയിട്ട് താഴെ കൂടെ തൂക്കാൻ. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും കുട്ടീസൊക്കെ മാങ്ങ തിന്നുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത മാങ്ങ കണ്ടാൽ പിന്നെ ആർക്കും ഒരു ക്ഷമ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വല്യമ്മച്ചി എല്ലാവർക്കും മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുട്ടി എനിക്ക് ഓഫീസിൽ പോകാനുണ്ടായതുകൊണ്ട് ഞാൻ വേഗം അമ്മച്ചിനോട് പറഞ്ഞു ആദ്യക്ക് ഫുഡ് കൊടുക്കാൻ. അങ്ങനെ അമ്മച്ചിയാണ് ഫുഡ് എടുത്ത് തരുന്നത് കേട്ടോ. ഫുഡ് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും മിഷുപ്പിക്ക് വലിയൊരു സന്തോഷം പോരാ. എന്താണെന്ന് വെച്ചാൽ മിഷുപ്പിക്ക് ഇന്ന് നോൺ വെജ് ഒന്നുമില്ല, ഒക്കെ വെജ് ആയാലും മിഷുപ്പിക്ക് ഒരു വിഷമമാണ്. കാരണം ബാംഗ്ലൂരിൽ നിന്നും വെജ്, നാട്ടിൽ നിന്നും വെജ് എന്നൊക്കെയാണ് അവിടെ ഇങ്ങനെ പറയാറുണ്ട്. ഈ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ആൾക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇന്ന് നല്ല ലഞ്ചായിരുന്നു കേട്ടോ. നല്ല ചക്കക്കുരു മുരിങ്ങയിലെ കറിയും മുരിങ്ങയിലെ ഉപ്പേരിയും നല്ല മീൻ മുളകിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും മൂപ്പത്തിക്ക് അങ്ങ് ബോധിച്ചിട്ടില്ല. അങ്ങനെ ഞാനും ഹൈസയും ആദ്യം കൂടി വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഹൈസൻ അവിടെ ഉറക്കി കിടത്തിയിട്ട് വേണം എല്ലാം ഓഫീസിലേക്ക് വിടാൻ. ഹൈസന് പിന്നെ നിശത്താൻ ഉണ്ടായതുകൊണ്ട് അവരങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴിതാ ഈ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞ മാതിരത്തെ ടെക്നോളജിക്കലി വേറൊരു ഐറ്റമാണ് നമുക്കിവിടെ ഒന്ന് വെള്ളം അടിക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ ഇതാ ഒരു പ്ലഗിൽ നിന്ന് ഈ വയറൊക്കെ ഊരി എടുത്ത് വെച്ചിട്ട് വേറൊരു പ്ലഗിൽ കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ വെള്ളം അടിക്കാറ്. അപ്പോൾ അത് നന്നായിട്ട് കെയർ ചെയ്യണം. ഒരു കവറിലൊക്കെ കെട്ടി വെച്ചില്ലെങ്കിൽ വെള്ളം കയറി ആകെ നാശം. കാരണം നമുക്ക് ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യനെ കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ആരെയും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. എല്ലാവരും ഒരു ഡ്യൂട്ടി തിരക്കിലായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പിന്നെ ബുദ്ധിമുട്ടും. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തതാ. ഇതൊക്കെ മടക്കി ഒരു പ്ലഗ് ഞങ്ങൾ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മടക്കി വേഗം കവറിലൊക്കെ ഇട്ട് വെച്ചാൽ മാത്രമേ നമുക്കത് സേഫായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടീസൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. എന്തെങ്കിലും നമ്മൾ കുഞ്ഞു സാധനങ്ങളൊക്കെ അതായത് ചവിട്ടി അങ്ങനത്തെ ഒക്കെ അലക്കാൻ വേണ്ടി നമ്മളവിടെ, കാരണം നല്ല വെള്ളം ഒഴുക്ക വെള്ളത്തിൽ അഴുക്കില്ല എന്നാണല്ലോ പറയുക. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് ആദ്യമൊക്കെ ഇങ്ങനെ വരുന്ന വെള്ളത്തിൽ ആദ്യമൊക്കെ നമ്മൾ അലക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങ് അലക്കി എടുക്കാറാട്ടോ പതിവ്. അങ്ങനെ ഞാനിതാ കവറിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അളിയനോട് പറയുകയും ചെയ്തു പഴമുണ്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ അളിയൻ അത് പോയി അതൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് പിന്നെ നേരതാ നമ്മൾ അടുക്കളയിൽ നമുക്കൊരു കൂട്ടായിട്ട് അവിടെ തൂക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന് മുമ്പ് ഒന്നുള്ളത് നമ്മൾ പഴുത്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ പുതിയ ആൾ ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.